പണ്ടൊരിക്കൽ പരാജയപ്പെട്ട ആ മോഹൻലാൽ ചിത്രം ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ തിയേറ്ററുകളിൽ ആവേശം വാനോളം ഉയരുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഗൾഫിലടക്കം ദേവദൂതൻ സിനിമ പ്രദർശനത്തിന് എത്തിക്കഴിഞ്ഞു. മികച്ച പ്രതികരണമാണ് ദേവദൂതന് ലഭിക്കുന്നത്. ദേവദൂതൻ കേരളത്തിൽ നിന്ന് മാത്രം 1.20 കോടിയിലധികം നേടിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. റിലീസ് ആകെ 56 തിയേറ്ററുകളിലായിരുന്നുവെങ്കിലും നിരവധി പ്രേക്ഷകരാണ് ചിത്രം കാണാനെത്തിയത്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 100 തിയേറ്ററുകളിൽ ദേവദൂതൻ പ്രദർശിപ്പിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മോഹൻലാൽ നായകനായ ദേവദൂതൻ 24 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും എത്തി ഹിറ്റാവുകയാണ്. ദേവദൂതൻ റീമാസ്റ്റേർഡ് ചെയ്ത പ്രദർശനത്തിനെത്തിച്ചപ്പോൾ ചിത്രം കാണാൻ നിരവധി പേരാണ് എത്തുന്നതെന്നും പ്രത്യേകത തന്നെയാണ്. സിബി മലയിൽ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് രഘുനാഥ് പാലേരിയാണ്. ഛായാഗ്രഹണം നിർവഹിച്ചത് സന്തോഷ് തുണ്ടിയിലാണ്. സംഗീതം വിദ്യാസാഗറുമായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങളും അക്കാലത്തെ ഹിറ്റായി മാറിയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു. വിശാൽ കൃഷ്ണമൂർത്തിയായ മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ ജയപ്രദ, ജനാർദ്ദനൻ, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, വിനീത് കുമാർ, ശരത് ദാസ്, വിജയലക്ഷ്മി, ലെന, രാധിക, സാന്ദ്ര എന്നിങ്ങനെ വലിയ താരനിരയും അണിനിരക്കുന്നുണ്ട്. മിസ്റ്ററി ഹൊറർ കാറ്റഗറിയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. സംസ്ഥാന തലത്തിൽ അന്ന് ദേവദൂതൻ അവാർഡും നേടിയതാണ്. സിയാദ് കോക്കർ ആയിരുന്നു നിർമ്മാണം നിർവഹിച്ചത്. 2000-ൽ വൻ പരാജയമായിരുന്നുവെങ്കിലും പിന്നീട് ചിത്രം കൾട്ട് ക്ലാസിക്കായി മാറിയതാണ് ചരിത്രമായത്. പുതിയ തലമുറയും മോഹൻലാലിന്റെ ദേവദൂതൻ ചിത്രത്തെ വാഴ്ത്തിപ്പാടിയിരുന്നു എന്നതും പ്രസക്തി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.